സേവാദളത്തിൽ അതുകൊണ്ട് തന്നെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു സുന്ദരേശൻ പിള്ളച്ചേട്ടൻ. അന്നേ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകുന്നത് പലപ്പോഴും പാർട്ടി നടത്തുന്ന സംസ്ഥാനതല യാത്രകളുണ്ട്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന നിരവധി യാത്രകൾ. അത് 2002 ഉള്ള യാത്രയുണ്ടായിരുന്നു. 2005 അവസാനം രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയപ്പോൾ നടത്തിയ യാത്രയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് ഒരിക്കൽ UDF കൺവീനറായിരുന്ന സമയത്ത് AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഒരു യാത്ര. സാധാരണ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ഒരു യാത്ര. AK ആന്റണി അത് മുഖ്യമന്ത്രി. ആ യാത്ര അങ്ങനെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെതുമായ PM സുധീരൻ പ്രസിഡന്റായ സമയത്തുണ്ടായിരുന്ന യാത്രകൾ. ഈ യാത്രകളിലൊക്കെ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട സാഹചര്യം, ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അക്കോമഡേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുമിച്ച് താമസിക്കുക, പിറ്റേ ദിവസം മുതൽ യാത്ര ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്രകളിൽ ഒരുമിച്ചുണ്ടായിരുന്നത് മൂലം ഉണ്ടായ ഒരു ആത്മബന്ധം ഒക്കെ അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സേവാദളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രയോറിറ്റിയുള്ള ഒരു. സാധാരണഗതിയിൽ സേവാദളിൻ്റെ ലീഡർഷിപ്പിൽ വരുന്നവർ സേവാദൾ ഒരു കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന, ജനസേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച ഒരു സംഘടന എന്ന നിലയിൽ പാർലമെൻ്ററി രംഗത്തേക്ക് പലപ്പോഴും അതിലെ നേതാക്കന്മാർ കൂടുതൽ ആളുകൾ കടന്നു വരാറുണ്ട്. എന്നാറ് ജനങ്ങളുടെ പിന്തുണ നേടി ജനകീയ അംഗീകാരം വാങ്ങി ആദിചനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടിയുടെ ചിട്ടാച്ചടക്കം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കോംപ്രമൈസ് ഉണ്ടായിരുന്നു. ശുണ്ഠി ഇത്തിരി കൂടുതലുമായിരുന്നു, ക്ഷിപ്രകോപിയായിരുന്നു. ആ ക്ഷിപ്രകോപത്തിൻ്റെ ചില സന്ദർഭങ്ങൾ നേരിട്ട് ഞാൻ കണ്ടിട്ടും സാക്ഷിയായിട്ടുമുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. സേവാദളിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആകേണ്ടതില്ല. കാരണം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനേക്കാൾ എത്രയോ പാർട്ടിയുടെ പ്രോട്ടോക്കോളിൽ ഉയർന്ന പദവിയിൽ അല്ലേ ഇരുന്ന ഒരാൾ KPCC നിർവാഹക സമിതിയിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം പിന്നെ താഴോട്ട് വന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ പാർട്ടി അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയിൽ ഒന്നാമതായതുകൊണ്ട് അദ്ദേഹം ആ ചുമതലയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ ഈ അടുത്ത സമയം വരെയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നമ്മളോടൊപ്പം സേവാദളിൻ്റെ ചുമതലയിൽ നിന്നും മാറിയതിന് ശേഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കണം. ബഹുമാന്യായ ബിന്ദു കൃഷ്ണ, മറ്റ് നേതാക്കന്മാരെല്ലാം സംസാരിക്കണം. പിന്നെ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ കൂടുതൽ ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വന്നത് ഈ കേരയിൽ സമരം ഉണ്ടായപ്പോഴാണ്. കേരയിൽ നമ്മുടെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിൻ്റെ അതിർത്തി തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതിർത്തിയായിട്ടുള്ള തഴുത്തല പ്രദേശത്ത് കേരളിൻ്റെ മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള വലിയ സമരം നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു.
അപ്പോൾ നിരന്തരമായി അന്ന് അദ്ദേഹം നമ്മളെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇവർ ഈ കുറ്റിയായിട്ട് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ കൊണ്ടുവന്നാലും തടയാനാണ് നമ്മുടെ തീരുമാനം എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ പുള്ളി അന്വേഷിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കും. ഞാനും പറഞ്ഞു, എന്നാണോ കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ തടയുക, വണ്ടി നിറക്കാൻ സമ്മതിക്കരുത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ബിന്ദുകൃഷ്ണയും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ രാവിലെ, എൻ്റെ പിറന്നാളായിരുന്നു അന്ന്, രാവിലെ ഞാൻ ശരിക്കും തിരുവനന്തപുരത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഏതാണ്ട് ആയൂർ വരെ ആയി. അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കോൾ വരുന്നത്, വലിയ വണ്ടി നിറയെ മഞ്ഞക്കുറ്റിയായിട്ട് സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും ആലോചിക്കണ്ട, അത് വണ്ടി തടയുക, അത് ഇറക്കാൻ സമ്മതിക്കാതിരിക്കുക, ബാക്കി ഞാൻ എന്തായാലും തിരിച്ച് അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ ആയിരുന്നു തിരിച്ച് നേരെ അവിടെ വന്നു. നമ്മൾ രാവിലെ തുടങ്ങി, അന്ന് വൈകുന്നേരം 6:30-7 മണി വരെ അതിനെ പ്രതിരോധിച്ചു. അവർക്ക് ആ വാഹനത്തെ എല്ലാ സ്ഥലത്തും കുഴിച്ചിടുന്ന സ്ഥലത്തൊക്കെ ആയിരുന്നു പ്രതിഷേധമെങ്കിൽ ഇത് വാഹനത്തിൽ നമ്മളതിനെ ഇറക്കാൻ സമ്മതിക്കാതെ ആ വാഹനം, ഈ മഞ്ഞക്കുറ്റിയുമായി വന്ന വാഹനം വൈകുന്നേരം സന്ധ്യയോടുകൂടി അത് തിരിച്ച് അയക്കേണ്ടി വന്ന ഒരു വിജയിച്ച സമരത്തിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അടുത്ത ഓർമ്മയായി വരും. എല്ലാവരും ഈ ചോദ്യം ചോദിക്കും, ഈ ചുമതലയുടെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി എത്ര മണിക്കൂർ ചെലവഴിച്ചു, എത്ര മണ്ഡലം കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഈ മാസം ബ്ലോക്ക് നിയോജകമണ്ഡല കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ടോ, പുതിയതായി എത്ര ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി ശ്രദ്ധിച്ചാൽ മതി. വേറെ ആരെയാണെങ്കിലും ഇത് ബഹുമാനിയായ ബിന്ദുകൃഷ്ണ പറയുന്നത് കിട്ടും, നിങ്ങൾ ഇടിയുണ്ടാക്കിയാൽ ചിന്തപ്പേര് കൂടുമെന്ന് പറഞ്ഞു. കാരണം ബാക്കി കോൺഗ്രസിലെ വേറെ ആരെങ്കിലും ചേട്ടൻ അടക്കമുള്ള നേതാക്കന്മാരെ അനുസ്മരിക്കും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ പ്രവർത്തനം രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഭരണാധികാരിക്ക് കിട്ടുന്ന പ്രാധാന്യമാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ നൽകിയത്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു സംശയം വേണ്ട, ഈ 3 സംസ്ഥാനങ്ങളിലും നടക്കാൻ പോകുന്ന ജാർഖണ്ഡിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. 10 വർഷത്തെ കുത്തക തകർത്തുകൊണ്ടാണ് ഹരിയാനയിൽ നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിൽ ഒരു പ്രതീക്ഷ വന്നിരിക്കുകയാണ്. കോൺഗ്രസ് വഴി മാത്രമേ ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത വന്നിരിക്കുന്നു. അപ്പോൾ അന്നേരം നമ്മുടെ ഉത്തരവാദിത്വം കൂടുക. കേരളത്തിൽ നോക്കൂ, പിണറായി വിജയന്റെ ഗവൺമെന്റ് എങ്ങനെയാണ് ഇവിടുത്തെ വർഗീയതയെ സഹായിച്ചത് എന്നുള്ളത് തൃശ്ശൂരിലെ പൂരം കലക്കിയതടക്കമുള്ള സമീപകാല സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ സ്നേഹം പറഞ്ഞ് നടന്നതൊക്കെ ചതിയായിരുന്നു എന്നുള്ളത് ഇന്ന് ആ സമൂഹവും ന്യൂനപക്ഷ സമൂഹവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം പോലെ മലയാളികൾ ജാതി മത വ്യത്യാസത്തിന് അപ്പുറത്തേക്ക് ഒരു വികാരമായി കാണുന്ന ആ പൂരം BJPയും ഭരിക്കുന്ന പാർട്ടിയും ചേർന്ന് അത് കലക്കി കേവലമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് സംഘർഷം സൃഷ്ടിച്ചു എന്നത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തനോടുകൂടിയാണ് നമ്മളത് കേട്ടത്, വായിച്ചത്.
നമുക്ക് വരുന്ന 1.5 വർഷക്കാലം നമ്മുടെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരേണ്ടതായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം അതിന് സേവാദളിനെ കൂടുതൽ സജീവമാക്കുകയും സേവാദളിനെ കൂടുതൽ ജനകീയമാക്കുകയും സേവാദളിനെ കൂടുതൽ സേവന സന്നദ്ധതയുള്ള സംഘടനയാക്കി മാറ്റുകയും ഞാൻ സേവാദളിൻ്റെ ആദ്യത്തെ സ്ഥാപകൻ അദ്ദേഹം സ്ഥാപിച്ച ഘട്ടപ്രഭയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ മൺമറഞ്ഞ സേവാദളിൻ്റെയും ഞങ്ങളുടെ നാട്ടിലെ പാർട്ടിയുടെയും എല്ലാമായിരുന്ന ശ്രീ എം സുന്ദരേശൻ പിള്ളയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം ബാഷ്പാഞ്ജലി. ശ്രീ എം സുന്ദരേശൻ പിള്ള എന്ന പേര് ശ്രീ സന്തോഷും ഞാനും ഉൾപ്പെടുന്ന ആദിച്ചനല്ലൂർ, ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് ആദിച്ചനല്ലൂർ പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് അറ്റത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, കിഴക്കേ അറ്റത്താണ് എൻ്റെ വീട്. പാർട്ടിയുടെ പ്രാദേശിക നേതാവായിരുന്ന എൻ്റെ പിതാവുമായി ശ്രീ സുന്ദരേശൻ പിള്ള കാലത്തേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഘട്ടം മുതൽ, യൂത്ത് കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയ കാലഘട്ടം മുതൽ എൻ്റെ വീടുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടി പ്രവർത്തകയായി ഞാൻ പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും അതുപോലെ മറ്റ് പോഷക സംഘടനയുടെ പരിപാടികളിൽ നിരന്തരമായി സജീവമായി പങ്കെടുക്കുമ്പോൾ അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സുന്ദരേശൻ പിള്ള എന്ന് പറഞ്ഞാൽ ജെവിസിക്കൊക്കെ അറിയാം, 8 മുറി 2 പറയുമല്ലോ, കാർക്കശ്യത്തിൻ്റെ പ്രതിരൂപമായിരുന്നു. ആ വഴക്ക് മുഴുവൻ CPM-കാരുമായിട്ടാണ്. CPM-കാർ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ CPM-കാരെ സ്വതവേ അറിയാമല്ലോ, അടിച്ചമർത്തുക, തല്ലി എല്ലൊടിക്കുക, ഇതൊക്കെയാണ് ആ നയങ്ങൾ. ആ നയത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് വന്ന ഒരു യുവജന രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. എനിക്കുണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതാണ്. നമസ്കാരം. ക്യാമ്പുകൾ അവിടെ ബൽഗാമിലെ ഘട്ടപ്രഭയിൽ ഞാൻ പങ്കെടുത്തു. 10, 15, 20 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ അവിടെ നടക്കാറുണ്ട്. അതിലെല്ലാം ഒരുപാട് തവണ ഇപ്പോഴും ക്ഷണിക്കാറ് പങ്കെടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ സംഘടന രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി. ഏറ്റവും ആദ്യം രാഹുൽ ഗാന്ധിക്ക് മുന്നേ സഞ്ചരിച്ചത് സേവാദളുകാരാണ്. പാർട്ടിയുടെ പതാകയും ഏന്തിക്കൊണ്ട് ദേശീയ ചെയർമാൻ ലാൽജി നേതൃത്വത്തിൽ സേവാദളുകാർ ഭാരത് ജോഡോ യാത്രയ്ക്ക് നൽകിയ സംഭാവന വന്നതല്ല. അതിനെ നമ്മൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായും എല്ലാ നിയോജകവർഗം എന്ന കാര്യം പേര് ഞാൻ പറയാഞ്ഞത് അത്രയും പേരെ ഒരുമിച്ച് പറയുന്നതാണ്. ഭഗവാന്റെ പേര് മാത്രം പറഞ്ഞാൽ കുണ്ടറയായതുകൊണ്ട് പറഞ്ഞാൽ കരുതി ബാക്കിയുള്ളവർ ഗണകണ്ട എന്ന് കരുതിയില്ല. അപ്പോൾ പക്ഷേ നിങ്ങളെ ഞാൻ പറയുന്നത് നിയോജകമണ്ഡലം തലത്തിൽ സമയമെടുക്കും. നമ്മൾ പാർട്ടിയുടെ ഒരു ഇന്നർ മീറ്റിംഗ് ആയതുകൊണ്ടാണ് പാർട്ടി ചുമതലകളിലേക്ക് വരുന്ന ആളുകൾ എത്ര മണിക്കൂർ, ഒരാഴ്ച ആ ചുമതലയുടെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ്. DCCക്ക് റിപ്പോർട്ട് കൊടുക്കാനോ ACCക്ക് റിപ്പോർട്ട് കൊടുക്കാനോ ഒന്നും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്വയം റിപ്പോർട്ടിംഗ് ഉണ്ട്. എന്നെ ഈ ചുമതലയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ചുമതലയുടെ ഭാഗമായി എത്ര മണിക്കൂർ ഇന്ന് പ്രവർത്തിക്കും, ഈ ആഴ്ച എനിക്കിത് പറയാൻ തർക്കമില്ലാണ്ട് ഞാൻ പറഞ്ഞു. ചീഫ് ഓർഗനൈസർ പദവിയിൽ നിന്ന് അദ്ദേഹം മാറി കുറേ കാലം ഒരു വേള നിശബ്ദനായി അത്യാവശ്യം പാർട്ടി പരിപാടികളിലൊക്കെ വരുമെങ്കിൽ പോലും ഒരു നേതൃപദവിയിൽ ഇല്ലാത്തതിൻ്റെ മാനസിക വ്യഥയുമായി മറ്റ് പദവിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ആലോചിച്ച് നിൽക്കുന്നതിനിടയിലാണ് അന്ന് DCC പ്രസിഡൻ്റായിരുന്ന എന്നോട് ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു. കുറച്ചധികം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിട്ട് കുറേ സമയം വിഷമങ്ങൾ പറഞ്ഞു. സ്വാഭാവികം, നമ്മളിൽ പലർക്കും പല ഘട്ടത്തിലുണ്ടായിട്ടുള്ള വിഷമങ്ങൾ. ഒരു പദവി പാർട്ടിയിൽ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തൊക്കെ നിൽക്കുന്ന 24/7 പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഞങ്ങളിരുന്ന് ആലോചിച്ചു. ഇപ്പോൾ KPCC പുനഃസംഘടനയും DCC പുനഃസംഘടന അത് തന്നെയാണ്. മരണം പോലെ പൊതുപ്രവർത്തകനായ രാഷ്ട്രീയ പ്രവർത്തകരായ ഓരോരുത്തരുടെയും വിയോഗത്തിൽ ആ വിയോഗത്തിൻ്റെ കുറവ് അറിയിക്കാൻ
ജനതാദളിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു. ഞാൻ സംസ്ഥാന ജില്ലാ പ്രസിഡൻ്റായി വന്നത് സാറ് സുന്ദരേഷൻപിള്ള സാറ് സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന വേളയിലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ജില്ലാ പ്രസിഡൻ്റായി ഉത്തരവ് ഏറ്റുവാങ്ങുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനുണ്ട്. ഒരുപാട് ഇവിടെ നീട്ടിപ്പറയാനുള്ള സമയവുമില്ല. ഇത് 9:30 പറഞ്ഞ മീറ്റിംഗാണ്. കുറച്ച് വൈകിയാണ് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു സെക്ഷൻ കൂടി ഇവിടെ നടക്കുന്നു. ആദ്യമായി ഞാൻ സേവാദള ജില്ലാ പ്രസിഡൻ്റായതിനു ശേഷം നിലമേൽ വെച്ച് AICC സെക്രട്ടറി ആയിരുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർക്ക് ഒരു സ്വീകരണം നിലമേൽ SH ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നു. അന്ന് സുന്ദരേഷൻപിള്ള സാറ് ആ മീറ്റിങ്ങിലുണ്ട്. ജില്ലാ ചെയർമാനായി ചിറ്റുമല നാസറും അന്ന് ആ പ്രോഗ്രാമിലുണ്ട്. നമ്മുടെ അന്നത്തെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു, ഞാൻ സ്വാഗതപ്രാസംഗികനുമായിരുന്നു. അതിരിക്കുന്നവരെയുള്ള ബന്ധം അന്ന് ആ ചടങ്ങിൽ നമ്മുടെ ബിന്ദു ചേച്ചി ഉൾപ്പെടെ നിലമേൽ പങ്കെടുത്തിരുന്നു. ഞാൻ ഓർക്കുന്നു KC രാജൻ അവരുകളായിരുന്നു ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അവിടെ വന്ന് നമ്മൾ ഇതുപോലെ ഒരു 10,000 പേര് ആ ഹാളിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ ശ്രീ ഹാഷിമിനെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക്, കാരണം ജില്ലാ ചെയർമാൻമാരെയാണ് സാധാരണ ജില്ലാ എക്സിക്യൂട്ടീവിൽ വിളിക്കാറുള്ളത്, നിങ്ങളെ ഈ പ്രവർത്തന മികവിൻ്റെ അംഗീകാരമായി സേവാദളിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു DCC പ്രസിഡന്റ്. അപ്പോൾ എന്നെ കൂടി അന്ന് പ്രസിഡന്റ് പ്രത്യേകം സംസ്ഥാന പ്രസിഡന്റായ സുന്ദരേഷൻപിള്ള സാർ DC പ്രസിഡന്റുമായി ആലോചിച്ച് എന്നെ DCC എക്സിക്യൂട്ടീവിൽ വിളിക്കുന്നതിനുള്ള ക്രമീകരണം അന്ന് ചെയ്തു. അത് സാറിനെ കുറിച്ചുള്ള ഒരു അനുഭവം. പിന്നെ പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അവസാനമായി സാറുമായി പങ്കിട്ട ഒരു വേദി ചാത്തന്നൂർ നിയോജകമണ്ഡലം ചെയർമാനായി അവിടെ ഒരു മിനു പാരിപ്പള്ളി നമ്മൾ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം അവിടെ ആദ്യമായി ഒരു നിയോജകമണ്ഡലം കൺവെൻഷൻ വിളിക്കുമ്പോൾ സാറാണ് അന്ന് ആ ഫംഗ്ഷനിലുണ്ട്. അപ്പോൾ ഉദ്ഘാടകനായി എൻ്റെ പേരാണ് അവരവിടെ പറഞ്ഞത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ സാറ് നിൽക്കുന്ന ഒരു വേളയിൽ എന്നെ ഉദ്ഘാടകനായി വെച്ച് ഞാൻ തന്നെ ബന്ധപ്പെട്ടു. ഞാനൊരു കാരണവശാലും ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് വന്നത് ഉദ്ഘാടനം ചെയ്യാം. ഒരു കാരണവശാലും സാർ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യില്ല. സാറ് പറയുന്നത് നീയാണ് ജില്ലാ പ്രസിഡന്റ്, ഞാനിന്ന് പല്ലു കൊഴിഞ്ഞ സിംഹമാണ്, ഞാനിന്ന് സേവാദളിൽ എനിക്ക് പോസ്റ്റില്ല, നീ ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറയില്ല, സാറിനെ കൊണ്ട് തന്നെ ഞാൻ ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ബിനു പാരിപ്പള്ളി ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുത്തവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ പറയാനും കൊണ്ട് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാർ എല്ലാവരെയും പെട്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പെട്ടെന്ന് തെറി ഭാഷയിലാണെങ്കിൽ ആ ഭാഷയിലും പറയാൻ മടിയില്ലാത്ത ആളാണ്. പക്ഷെ ആർക്കും വെറുപ്പുണ്ടാവില്ല. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്.